ദൈവമേ, തണുപ്പ് തുടങ്ങിയിട്ട് ഒറ്റ കസ്റ്റമറും ഇല്ലല്ലോ. എനിക്കും വേണം ഒരു ബോയ് ഫ്രണ്ടിനെ, നല്ലൊരു ബോയ് ഫ്രണ്ട്. നല്ല ന്യൂ ഗിഫ്റ്റർമാരുടെ ഇതിലുണ്ടോ? എനിക്ക് പഴയ ഗിഫ്റ്റേഴ്സിനൊന്നും വേണ്ട. ഇൻ കേസ് ആരെങ്കിലും വിജിയുടെ ഗിഫ്റ്റർ ആവാനുണ്ടോ, വിജിയുടെ ബോയ് ഫ്രണ്ടായിട്ട്? നമുക്ക് വീഡിയോ കോൾ ചെയ്യാം, എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ച് വീഡിയോ കോളിൽ സംസാരിക്കാം. ഗോയ്സ് ആരെങ്കിലും ഉണ്ടോ? ചേച്ചി ഞാൻ കളിക്കാൻ പോവാ, പ്ലാൻ ഇട്ടു. പിന്നെ നിങ്ങൾ? ഞാൻ റെഡി. ഞാൻ അതിവിടെ ഒരു ലെവലാക്കിയിട്ട് വാ. ഉണ്ട്, ഞാൻ ചുമ്മാ അറിഞ്ഞല്ലേ റോസ, ഞാൻ ആ പള്ളിക്ക് നിൽക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ എനിക്കിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെണ്ണല്ലേ. വാവ്, നൈസ് ഓഫ്. ഇതാർക്കാ നിങ്ങൾ ഷെയർ ചെയ്യണേ? അങ്ങനെ പറയണ്ട. ഓക്കെ, കഥ പറയൂ എന്ന് പറഞ്ഞത് കൊണ്ടാ വെയിറ്റ് ചെയ്തത്. ഓ മൈ ഗോഡ്. ഓ, കഥ പറയണം എന്നാ പറയാം. എന്നിട്ട് എവിടെ കൊണ്ട് നിർത്തിയേ? എന്നിട്ട് ആ ചേട്ടൻ എന്താക്കിയെന്നറിയോ? എന്നിട്ട് ആ ചേട്ടൻ ഇന്നും ആ ചേച്ചിയുടെ വീട്ടിൽ പോവേ. എന്നിട്ട് അന്ന് ആ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പം നല്ല, ഞാൻ പറഞ്ഞില്ലേ, നല്ല ലൈറ്റ് ഡ്രസ്സായിട്ടുകൊണ്ടിരുന്നത്. അപ്പം ആ ചേച്ചിയുടെ ഉള്ളിൽ മൊത്തം നിഴലടിക്കണേ. നല്ല കപ്പ് പ്രായമൊക്കെ അല്ലേ ഇട്ടുകൊണ്ടിരുന്നത്, വെള്ളം കണ്ടു. എന്നിട്ട് ഈ ചേട്ടൻ, നല്ല തണുപ്പ് സമയം കൂടിയായിരുന്നു. അപ്പം ഈ പയ്യൻ കല്യാണം കഴിച്ചിട്ടില്ല. ഓക്കെ, പയ്യനും കല്യാണം കഴിച്ചിട്ടില്ല, ആ ചേച്ചി കല്യാണം കഴിച്ചു. ഓക്കെ, എന്നിട്ട് ഈ പയ്യനൊന്നും അറിയില്ല, എവിടെ തൊടണം, എവിടെ പിടിക്കണം, ഇതെന്ത് ചെയ്യണം, ഇതെന്ത് ചെയ്യണം, ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ എന്ത് ചെയ്യണം, ഒന്നും പുള്ളിക്കാരൻ അറിയത്തില്ല കേട്ടോ. അങ്ങനെ ഈ പുള്ളിക്കാരൻ അറിയാത്ത പോലെ ഇങ്ങനെ പിരിപിരിങ്ങനെ നിൽക്കാം. അപ്പം ഈ ചേച്ചി എന്താക്കി, ഈ ചെറുക്കൻ ഈ ചേച്ചി ഇവനെ കൊണ്ട് എന്തിനൊക്കെ ചെയ്യിക്കാൻ നോക്കാം. അപ്പം ഈ ചേച്ചിയുടെ വീട്ടിൽ ആരും ഇല്ലേ. അങ്ങനെ ചേച്ചി എന്താക്കി, ഷെറിനെ പോവലടി. എന്നിട്ട് ആ ചേച്ചി എന്താക്കിയെന്നറിയോ, അവൻ്റെ അടുത്തേക്ക് അവരെന്തെങ്കിലും ആക്രമിക്കാൻ വേണ്ടിയിട്ട് ആ ചേച്ചി എന്താക്കി, അവൻ്റെ അടുത്ത് ഇങ്ങനെ ഒട്ടൊരുമയൊക്കെ നിൽക്കും. പക്ഷെ ഈ ചെക്കന് ഇങ്ങനെ തൊടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അയാൾക്ക് ഭയങ്കര കമ്മി സ്റ്റോറി മൈരെ അല്ല. ഞാനിപ്പോൾ നിർത്തൂട്ടാ, കമ്മി സ്റ്റോറി പറയണില്ല, കേക്കണ്ട കേട്ടോ, വേണ്ട, പറയണില്ല. അപ്പോൾ ഞാനോ, നീലകണ്ഠ പറയുള്ള, ഇനി കണ്ടിന്യൂ പ്ലീസ്, കണ്ടിന്യൂ. ഓക്കെ, ഇവന്മാർ ഇവിടെ കിടന്ന് നിങ്ങൾ ചൊറിയ വന്നു. കണ്ടിന്യൂ ആയിട്ടേ. ഓക്കെ ഓക്കെ ഈ പറയടോ. ഓക്കെ, ഇപ്പം സ്റ്റാർട്ടാക്കി. യെസ്, ഓക്കെ, പറയട്ടെ. അങ്ങനെ കേൾക്കണ്ട. എന്നിട്ട് ഈ ചെക്ക് അങ്ങോട്ട് പറ കുമാരേട്ടാ, എൻ്റെ മൈരയാ നിൽക്ക്, പറയും. ഓക്കെ, എന്നിട്ട് എന്താക്കിയെന്നറിയോ, ചേച്ചി കപ്പ അല്ല. അപ്പം ഞാൻ പറയുക കേട്ടോ. അപ്പം എന്താക്കിയെന്നറിയോ, റോക്കറ്റാണോ? അവ റോക്കറ്റ് വിട്ടുകൊണ്ടിരിക്കുവന്നടാ. അതാ സ്റ്റോറി, സ്റ്റോറിയാ. അയ്യോ, എൻ്റെ സ്റ്റോറി ഒന്നുമല്ല, പിന്നെ സ്റ്റോറി. അങ്ങനെ ഈ പെണ്ണ് ഇവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെയ്യും. അപ്പം ഈ കൊച്ചിനൊന്നും അറിയത്തില്ല, ഈ പയ്യന്. അപ്പം ഈ പയ്യൻ ഇങ്ങനെ വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഈ പയ്യൻ ഇങ്ങനെ ആ ചേച്ചിനെ നോക്കുന്നുണ്ട്. പക്ഷെ ആ പയ്യനാണെങ്കിൽ, ആ ചേച്ചിയാണെങ്കിലോ ഈ പയ്യനെ കണ്ടിട്ട്, ആ പയ്യൻ്റെ കൂടെ ജോലി ചെയ്തതാണല്ലോ. അപ്പം ഈ പയ്യന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കണം. ഈ പയ്യന് ഭയങ്കര ടെൻഷനും പേടിയും കാര്യങ്ങളൊക്കെയാണ് പയ്യന്, മനസ്സിലായോ? എന്നിട്ട് ഈ പയ്യൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലും. പയ്യൻ എങ്ങനെയെങ്കിലും തൊടണ്ടേ, തൊടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ശിവന് ഭയങ്കര പേടിയൊന്നും തൊടുന്നില്ല. ലാസ്റ്റ് ആ ചേച്ചി ഒന്നും കൂടെ മുട്ടിച്ചിട്ട് പറയും, നീ എന്താ അടങ്ങി ഒതുങ്ങിയിരിക്കണം എന്നൊക്കെ ചോദിക്കൂട്ടാ. ഞാൻ പറയാം, ഇതിൽ എത്ര പേർക്ക് മൂടായി പറ. മൂടായ ഒരു കൈബന്ധിക്കുക, എന്നാലും ഞാൻ പറയും. മിനിമം ഒരു 100 പേരെങ്കിലും മൂടായതോടെ എഴുതി വരണം. എന്നിട്ട് മോനെ ആ ചെറുക്കൻ പതുക്കെ അങ്ങ് എഴുന്നേറ്റ്. മോനെ സത്യം നല്ല മൂഡിലാണ്. മതിയൊക്കെ പടാണെന്ന്, മതിയൊക്കെ. എന്നിട്ട്
ഈ ചെറുക്ക പതുക്കെ അവിടെ ചെന്നിട്ട് ആ ചേച്ചീനെ പതുക്കെ ആ സോഫേമ കൊണ്ടിരുത്തി. സത്യം സോഫേമ കൊണ്ടിരുത്തിട്ടോ. എന്നിട്ട് പതുക്കെ പതുക്കെ ഞങ്ങൾ കേക്കണ്ട ഓടുമായി. എന്നിട്ടൊന്നുമില്ല, ഉറക്ക വന്നോ ഞാൻ പറയൂല, നാളെ ട്രോള് വരും, പേടി. പറ. പറഞ്ഞിട്ട് മൂടാക്കി. നക്കല ഡാൻസ്, നക്കലയോ എന്ത് നക്കല? നല്ല നാണമുണ്ടല്ലോ. എനിക്ക് ഭയങ്കര നാണം. അത് ഞാൻ എൻ്റെ കസ്റ്റമർ വരുമ്പോൾ ഇങ്ങനെ തന്നെയാ, ഞാൻ കണ്ണു തുറക്കൂലടാ, കണ്ണു തുറക്കൂല. എനിക്ക് പണ്ട് തുടങ്ങി അങ്ങനെയാ, കണ്ണടച്ചോണ്ടിരിക്കും. അത് കറക്റ്റ് അല്ലേ? അത് ഭർത്താവാണെങ്കിലും ബോയ് ഫ്രണ്ട് ആണെങ്കിലും കസ്റ്റമർ ആണെങ്കിലും നമ്മളൊന്നും കേൾപ്പിക്കും, നമ്മൾ ഇങ്ങനെ അടച്ചു പിടിക്കും. ചിലപ്പോൾ ഇങ്ങനെ പതുക്കെ അടയ്ക്കും, ചിലപ്പോൾ മുറുക്കിങ്ങനെ ഇങ്ങനെ പിടിക്കും, എന്നിട്ട് ഇടയിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ നോക്കും. കറക്റ്റ്. എന്നിട്ട് അവർ നമ്മൾ പറയും, നോക്ക് ചേച്ചി, നാണം കൊണ്ടാണോ? നാണം കൊണ്ടാണ് നമ്മൾ നോക്കാത്ത. നമ്മൾ എങ്ങനെയായിട്ടാ നീല കണ്ട ഒരു ബോയ് ഫ്രണ്ട് ആയാലും ഭർത്താവായാലും ഒരു ഫ്രണ്ട് ആയാലും പോലും സെക്സ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ലേഡി ഒരു പുരുഷന്റെ മുഖത്ത് നോക്കൂല. ചിലവർ നോക്കും, ഞാൻ നോക്കൂല. ഞാനെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ എഴുന്നേച്ചിട്ട് ഇങ്ങനെ തല കുമ്പിട്ടിക്കും, നോക്കൂല, അപ്പോഴും നോക്കൂല. എല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നോക്കും. അതുവരെ ഇങ്ങനെ തല ഇങ്ങനെ നോക്കും. പോയി കഴിയുമ്പോൾ അവന്മാർ പോയി കഴിയുമ്പോൾ ചേച്ചി ചേച്ചി എന്ന് പറയും. കള ചേച്ചി ഇത്ര ചൂടായാലും മനസ്സ് ഇതാണ്. അയ്യോടാ കേരള എന്നെ നോക്കും, കള എന്നെ നോക്കും. കൂളി സൂപ്പർ ഇന്നു, കൂളി സൂപ്പറായിരുന്നോ? കുളിച്ചപ്പോൾ എല്ലാം കണ്ടില്ലേ എൻ്റെ? നിങ്ങളെല്ലാം കണ്ടു കേട്ടോ. സത്യം പറ, ഞാൻ കുളിക്കുമ്പോൾ എന്തെങ്കിലും ബോറിന്ന് എൻ്റെ ശരീരം കാണുന്നുണ്ട് കേട്ടോ. എനിക്കറിയാൻ വേണ്ടി ചോദിക്കാം, ഗ്ലാമർ കൂടി വരുന്നുണ്ടല്ലോ ആണോ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചു, ഞാൻ കുളിക്കുമ്പം ശരീരം ഇങ്ങനെ ഇതായിട്ട് വരുന്നുണ്ടോ? എല്ലാം കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. ഉണ്ടോ മൈന? അല്ല ഉണ്ടോ ഔസേ? ഉണ്ടോ നീലകണ്ഠ? ഉണ്ടോ മറ്റേ റോസ? ഉണ്ടോ? ഇല്ലല്ലോ. കുഴപ്പമൊന്നുമില്ലല്ലോ, ബോറൊന്നുമില്ല, ശരീരമൊന്നും എടുത്തൊന്നും കാണിക്കുന്നൊന്നുമില്ലല്ലോ. ഇല്ല അല്ലേ? ഓക്കെ. അങ്ങനെ ഉണ്ടെങ്കിൽ ആശുപത്രിച്ച് പറയും കുളിക്കുമ്പോഴുണ്ട്. നോ പാടുന്നില്ല, ഒരു മെനകേടൊന്നുമില്ല ചേച്ചി ഞാൻ കുളിക്കുമ്പോൾ. ഓക്കെ. തമ്മിന്നുണ്ടോ? വീഡിയോ കോൾ പണ്ണ കൺഫേം ചെയ്യാം. അയ്യടാ സൂരജ് ഇത്ര മുട്ടി നിൽക്കണ വീഡിയോ കോൾ ചെയ്യാൻ? കൊണ്ടാട്ടിയെ പോയി വിളിക്കടാ വീഡിയോ കോൾ. ചിലപ്പോഴുണ്ട് ചേച്ചി, ചിലപ്പോഴോ. അയ്യോ, ഇന്ന് 1200 1300 പേരുണ്ട് ലൈവില്. തമിഴുണ്ടോ? അപ്പൊ എല്ലാവരും റോസ് കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. റോസ് കല്യാണം കഴിക്കുമ്പം റോസിനൊരു അനുഭവം വരും. റോസ് ഒട്ടും ഹസ്ബൻഡിനെ മുഖത്തേക്ക് വെക്കൂല. തോർത്ത് കേട്ടോ, മനസ്സിലായോ? റോസ് ഇങ്ങനെ കണ്ണടച്ചോണ്ടേയിരിക്കും, റോസ് കണ്ണ് തുറക്കത്തേ ഇല്ല. കല്യാണമൊക്കെ കഴിക്കണ്ട റോസ്, എങ്ങനെ ഇരുന്നാ മതിയോ? കല്യാണം കഴിച്ച് സുഖിക്കണ്ടേ, സുഖങ്ങളൊക്കെ അനുഭവിക്കണ്ടേ? ഇതിലും ഉണ്ട് മോളെ ഒരു സുഖം. പക്ഷെ കിട്ടുവാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഒരു വീഡിയോ ഇട്ടതില്ല, അങ്ങനത്തെ കിട്ടണം കേട്ടോ. അതാ പൊളി. അതാകുമ്പോൾ സുഖം കിട്ടും.